നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിസ്ഥലം പൊളിക്കുന്നത് സംബന്ധിച്ച് കുടുംബത്തിന് നോട്ടീസ് നൽകും. 2 ദിവസത്തിനുള്ളിൽ കല്ലറ തുറന്ന് പരിശോധിക്കാൻ ആണ് തീരുമാനം. അതേസമയം കളക്ടറുടെ ഉത്തരവിനെതിരെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. കമലേഷ്, ക്രമസമാധാന പ്രശ്നമുണ്ട് എന്നതിൻ്റെ പേരിലാണ് ഇന്നലെ പൊളിക്കാനാകാതെ പോയത്. ഇപ്പോഴെന്തൊക്കെയാണ് നടപടിക്രമങ്ങളായി പുരോഗമിക്കുന്നത്? കുടുംബത്തിൻ്റെ നിലപാട് അടക്കം. അജിംഷാദ്, നിലവിലിവിടെ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ ശാന്തമായ സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് വ്യക്തമാക്കിയത് കുടുംബത്തിന് നോട്ടീസ് നൽകിക്കൊണ്ട് തന്നെ 2 ദിവസത്തിനകം ഈ കല്ലറ അല്ലെങ്കിൽ ഈ സമാധി സ്ഥലം പൊളിക്കും എന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് കഴിഞ്ഞ ദിവസം പോലീസും സബ് കളക്ടറും അടക്കം മുന്നോട്ട് വെച്ചിരുന്നത്. അതിനനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി ഇപ്പോൾ വരുന്നത് ഈ കുടുംബത്തിന്, അതായത് കലക്ടറുടെ ഒരു ഉത്തരവുണ്ട്, ഇത് പൊളിച്ച് പരിശോധിക്കണമെന്ന ഒരു ഉത്തരവുണ്ട്. ഈ ഉത്തരവിൻ്റെ പകർപ്പ് രേഖാമൂലം ഇന്ന് കുടുംബത്തിന് കൈമാറും എന്നതാണ് ഏറ്റവും ഒടുവിലായി വരുന്ന ഒരു റിപ്പോർട്ട്. അത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി നൽകുമോ അതോ വീട്ടിലെത്തിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഒരു 12 മണിയോടുകൂടി ഈ കോപ്പി, ഇതിൻ്റെ പകർപ്പ് കുടുംബത്തിന് നൽകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. അതോടൊപ്പം തന്നെ 2 ദിവസത്തിനകം തന്നെ ഈ കല്ലറ തുറന്ന് പരിശോധന നടത്തുന്നതിനാവശ്യമായ മറ്റ് കാര്യങ്ങളും പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം അതിനുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. അതോടൊപ്പം ഈ കുടുംബത്തിൻ്റെ അഭിഭാഷകനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു സൂചന എന്നുള്ള നിലയിൽ ലഭിക്കുന്നത് കുടുംബം ഈ ജില്ലാ കളക്ടറുടെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചേക്കും എന്ന ഒരു വിവരമാണ്. ഇന്ന് ഇപ്പോൾ അല്പസമയം മുൻപ് ഈ കുടുംബത്തിൻ്റെ അഭിഭാഷകൻ ഈ വീട്ടിൽ എത്തിയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടാൻ ശ്രമിക്കുന്നുണ്ട് മാധ്യമങ്ങൾ. ഏതായാലും ഇത് സംബന്ധിച്ച്, അതായത് ഹൈക്കോടതിയിലേക്കാണോ, എന്തൊക്കെയാണ് നിയമ നടപടികൾ എന്ന് സംബന്ധിച്ച് അഭിഭാഷകൻ വിശദീകരിക്കുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ നിയമപരമായ നടപടിക്രമങ്ങളുമായി, അതായത് ഒരു സംഘർഷമുണ്ടായി എന്നതുകൊണ്ട് പോലീസ് പിന്നോട്ട് പോകുന്നില്ല. സ്വാഭാവികമായും ഇതൊരു ദുരൂഹത നിറഞ്ഞ ഒരു മരണം തന്നെയാണ് ഗോപൻ സ്വാമികളുടേത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിൻ്റെ ദുരൂഹത നീക്കേണ്ടത് പോലീസിന്റെ ആവശ്യവുമാണ്. അത് സംബന്ധിച്ചൊരു പരാതി പോലീസിന്റെ മുന്നിലുണ്ട്, ഒരു മാൻ മിസ്സിംഗ് കേസ് പോലീസിന്റെ മുന്നിലുണ്ട്. സ്വാഭാവികമായും അതിലൊരു നടപടി എടുക്കേണ്ടതുണ്ട് പോലീസിന്. അത് ഈ കല്ലറ തുറന്ന് പരിശോധിച്ച് അതിനകത്ത് ഗോപൻ സ്വാമികൾ ഉണ്ടോ, ഉണ്ടെങ്കിൽ മരണം എങ്ങനെയാണ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരൂ. ഏതായാലും അതിനുള്ള നടപടിക്രമങ്ങളുമായി ജില്ലാ ഭരണകൂടവും പോലീസും മുന്നോട്ട് തന്നെ പോവുകയാണ്. അതിൻ്റെ ആദ്യപടി എന്നുള്ള നിലയിലാണ് ഇന്നിപ്പോൾ ഈ ഉത്തരവിൻ്റെ പകർപ്പ് രേഖാമൂലം കുടുംബത്തിന് കൈമാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം 2 ദിവസത്തിനകം തന്നെ ഈ കല്ലറ പൊളിച്ച് പരിശോധന നടത്താൻ പോലീസ് തയ്യാറാകുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. ഏതായാലും കുടുംബം ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചേക്കും എന്നൊരു സൂചന കൂടിയുണ്ട്. അജിംഷാദ്, തീർച്ചയായും സമഗ്ര വിവരങ്ങളാണ് കമലേഷ് തെക്കേക്കാട് നൽകിയത്.